ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനിയും തൊട്ട് കണ്ടിന്യൂസ്ലി വീഡിയോ എടുക്കണം, നമ്മുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറയാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുക. ഇന്ത്യൻ പിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ടായിരത്തി 24 നവംബർ വരെ നമ്മുടെ നാട്ടിൽ കേരളത്തിലായിരുന്നു ജോലി. IMK ലൈവ് എന്ന് പറയുന്ന ഇൻക്യുബേഷൻ IIM-ൻ്റെ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്ററിൻ്റെ സ്റ്റാർട്ടപ്പ് മാനേജറായിട്ട്, ഇൻക്യുബേഷൻ മാനേജറായിട്ട് ഞാൻ ജോലി ചെയ്യുമായിരുന്നു. അവിടെ നിന്ന് ഒരു ചെറിയ സാഹചര്യത്തിൽ ഞാൻ ജോലി റിസൈൻ ചെയ്തു. ഒരു ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതായ ഒരു സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിൽ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ജോലി ഒരു കുറച്ച് നാളത്തേക്ക് മാറ്റി നിർത്താം എന്നുള്ളൊരു സംസാരത്തിലും വാക്കുകളും ഒക്കെ അവിടെ നിന്ന് മാറി. എന്നിരുന്നാലും വേറൊരു ജോലിയും റെഡി ആയില്ലായിരുന്നുണ്ടെങ്കിൽ ഒരു 2 months അല്ലെങ്കിൽ 3 months അല്ലെങ്കിൽ 4 months കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഇവിടെ ഇങ്ങനെ ജോലി നോക്കാം എന്നൊക്കെ എനിക്ക് അവിടുത്തെ ഹയർ അതോറിറ്റീസ് ഉറപ്പൊക്കെ തന്ന കേട്ടോ. അത് കഴിഞ്ഞ് ജോലി വിട്ടു. അടുത്തത് എന്താവും, എന്ത് കാര്യങ്ങൾ നടക്കുന്നൊന്നും അറിയത്തില്ലായിരുന്നു. കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ മുമ്പോട്ട് പോകില്ല എന്നുറപ്പായി ഞാൻ അവിടുന്ന് ദുബായിലേക്ക് ഫ്ലൈറ്റ് കയറി. ഒത്തിരി ആളുകളുടെ നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. ജോലി കിട്ടില്ല, അല്ലെങ്കിൽ പോകുന്നത് വെറുതെയായി പോകും, ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം എന്നൊക്കെ ഉള്ള രീതിയിൽ. പക്ഷേ ഞാനെപ്പോഴും പറയുമായിരുന്നു, വാകീറിയ ദൈവം അന്നവും തരും അല്ലെങ്കിൽ ഫുഡ് തരും എന്നൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ നിന്ന് ദുബായിലേക്ക് കയറി. ക്രിസ്മസ് ഒക്കെ വരുന്നത് കൊണ്ട് വെക്കേഷനൊക്കെ ആവുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലോ നാട്ടിലോ ഒന്നും പോകാതെ തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ അവിടുന്ന്, ചില സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു, സാഹചര്യങ്ങൾക്ക് പ്രഷറൈസ്ഡ് ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ അവിടുന്ന് ദുബായിലേക്ക് കയറി. വരുന്ന സമയത്ത് തന്നെയാണ് ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ക്യാൻസലാണ്. അന്ന് കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ക്യാൻസലാവുന്നു. ഞാൻ കാലിക്കറ്റിൽ നിന്ന് നേരെ കൊച്ചിയിലേക്ക് വരുന്നു. ഞാൻ എൻ്റെ പാസ്പോർട്ട് അയക്കുന്ന ടിക്കറ്റും വിസയും പാസ്പോർട്ടും ഒക്കെ നോക്കിയിട്ട് സെക്യൂരിറ്റി പറഞ്ഞു, നിങ്ങൾ ബാക്കിൽ എൻഡിലൊരു സ്ഥലമുണ്ട്, ഒരു പ്ലേസ് ഉണ്ട്, അവിടെ ചെന്നൊന്ന് നോക്കിയിട്ട് അവർ കൺഫർമേഷൻ പറഞ്ഞാൽ നമുക്ക് അകത്ത് കയറാം. അപ്പോഴും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു, എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ ഇതുപോലെ ഇൻഡിഗോയുടെ ഫ്ലൈറ്റ്സൊക്കെ കുറേ ഡിലേ ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചിലപ്പോൾ അതായിരിക്കും, എന്തെങ്കിലും ഡിലേ ആയിരിക്കും വിചാരിച്ചു. പിന്നീടാണ് മനസ്സിലായത് ക്യാൻസലേഷനാണ്, അതങ്ങനെ കുറേ ഇഷ്യൂസാണ്. അപ്പം ഞാൻ എൻ്റെ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പം അവിടെ ബോർഡിൽ, ഡിസ്പ്ലേ ബോർഡിൽ വന്നു, ഞങ്ങളുടെ ഫ്ലൈറ്റ് ഉണ്ട് പക്ഷേ ഡിലേ ആണ്. അപ്പം ഞങ്ങൾ ചോദിച്ചു, ഇതുപോലെ ഡിലേ ആണെന്ന് അറിഞ്ഞു. അന്നേരം പിന്നെ അവരോട് വഴക്കിട്ടിട്ടൊന്നും കാര്യമില്ല. സിറ്റുവേഷൻ എന്താണോ ആ സിറ്റുവേഷൻ അനുസരിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമാണ് ഇപ്പം അന്ന് ചിന്ത ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ചോദിച്ചു, മനസ്സിലാക്കി. അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ മെൽവിൻ എന്ന് പറഞ്ഞൊരു പയ്യനെ പരിചയപ്പെട്ടു. അവൻ്റെ ഫസ്റ്റ് ടൈം ജേർണിയാണ്. അവൻ ദുബായിലേക്ക് ജോലി തേടി വരുവാണ്. പെട്ടെന്ന് കുറേ കഴിഞ്ഞപ്പം 2-3 പേര് ഇൻഡിഗോയുടെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു, അബുദാബിക്കൊരു ഫ്ലൈറ്റ് ഉണ്ട്, നിങ്ങൾ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പോകാം. പെട്ടെന്ന് ഞാൻ എൻ്റെ അളിയനുണ്ട് ഇവിടെ, അളിയൻ്റെ കൂടെ നിങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അളിയനെ വിളിച്ചു പറഞ്ഞു, അളിയ ഞാൻ വരുവാണ്, ഇപ്പം ദുബായിക്ക് ഫ്ലൈറ്റ് ഇല്ല, അബുദാബിക്ക് ഫ്ലൈറ്റ് ഉണ്ട്, അളിയൻ എന്നെ അബുദാബിയിൽ വന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പം കയ്യിൽ കുറച്ച് കാശുണ്ട്, അപ്പോൾ അതും ഒരു ഹോപ്പാണ്. നമുക്ക് അബുദാബിയിൽ നിന്ന് ഇപ്പോൾ ബസ്സിന് പോകണമെന്നുണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഒരു കാർഡ് എടുത്തിട്ട് വേണമെങ്കിൽ ദുബായിലേക്ക് വരാം എന്നൊക്കെ ഉള്ളൊരു ഇതാണ്. അവരോട് പറഞ്ഞു, ഞാൻ അബുദാബിക്ക് കയറുവാണ്, കാരണം എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടുക എന്നുള്ളതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കയറുവാണ്, നിങ്ങളെല്ലാം വെച്ച് തീരുമാനിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പിരിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം മെൽവിൻ എന്ന് പറയുന്ന ആ പയ്യനും അതിൻ്റെ കൂട്ടുകാരും എൻ്റെ പുറകിലുണ്ട്, അവരും പോവാണ് എന്ന് പറഞ്ഞു. ഒരു ½ an hour ചെക്കിങ്ങും കഴിഞ്ഞു. ഞങ്ങൾ നേരെ അബുദാബി ഫ്ലൈറ്റ് കയറേണ്ട ബസ് കയറി ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകേണ്ട സ്ഥാനത്തേക്ക് എത്തി. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ടെർമിനൽ അവിടെ ഞാൻ എത്തി. അവിടെ വന്ന് ഞാനും മെൽവിനും മുഖത്തോട് നോക്കിയിരിക്കുകയാണ്. ഇനി എന്തോ ചെയ്യുമെന്ന് അറിയത്തില്ല, അടുത്തത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല, ഏത് എയർപോർട്ടിലാണ് ചെന്നിറങ്ങുന്നതെന്ന് അറിയത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് അളിയൻ വിളിക്കുന്നുണ്ട്, പുതിയ എയർപോർട്ടാണോ പഴയ എയർപോർട്ടാണോ, പേരറിയാത്ത എന്ത് എയർപോർട്ട്. ഏറ്റവും അവസാനം ആരൊക്കെയോ പറഞ്ഞു പുതിയ എയർപോർട്ടാണെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ഫ്ലൈറ്റ് അളിയനെ വിളിച്ചു പറഞ്ഞു പുതിയ എയർപോർട്ടാണ്. അളിയൻ പറഞ്ഞു, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ വരാം, വന്ന്
വിളിക്കാമെന്ന് പറഞ്ഞു. അതൊരാശ്വാസമായി. ഫ്ലൈറ്റ് കയറാറായപ്പം അളിയനൊരു മെസ്സേജ് പറഞ്ഞു, ദുബായിക്ക് അവിടുന്ന് വണ്ടി പിടിച്ച് കയറി, ഞാൻ ദുബായ് വന്ന് പിക്ക് ചെയ്യാമെന്ന്. അങ്ങനെ ഞാനും മെൽവിനും കൂടെ ഒരുമിച്ച് ഇവിടെ വന്ന് ഇറങ്ങി. മെൽവിന് വീഡിയോ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഈ 146 പേരിൽ മെൽവിനുണ്ടോ എന്ന് അറിയില്ല. ഇന്നല്ലേ നാളെ കാണുന്നെങ്കിൽ കാണട്ടെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിറങ്ങി അബുദാബിയിൽ വന്നു. ഒരു കാര്യങ്ങളും അറിയില്ല, പക്ഷേ ആൾക്കാരൊക്കെ വന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്, അതെങ്ങോട്ടാണ് പോകേണ്ടത്, ഇതെങ്ങോട്ടാണ് പോകേണ്ടത്. വലിയ അറിയാവുന്നതിനെ പോലെയൊക്കെ നമ്മൾ നിൽക്കുന്നതെങ്കിലും നമുക്ക് ABCD പിടുത്തമില്ല. ഞങ്ങൾ അവിടുന്ന് പൊടി തട്ടി നേരെ പുറത്തിയാടി. ലാസ്റ്റ് 2 സീറ്റ് അവൈലബിൾ ഉള്ള ബസ്സിൽ ഞങ്ങൾ ചെന്ന് ചോദിക്കുമ്പം സീറ്റുണ്ടോ. ആദ്യം അവർ പറഞ്ഞു സീറ്റില്ല. ഞങ്ങൾ 2 പേരേ ഉള്ളൂ, ഞങ്ങൾക്കിപ്പോൾ ദുബായിൽ എത്തിയേ പറ്റുള്ളൂ, ഞങ്ങൾക്ക് ഒപ്പിക്കാൻ പറ്റുമോ. അവർ പറഞ്ഞു എത്ര പേരുണ്ട്, 2 പേര്. എന്നാൽ 2 സീറ്റ് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ആ ബസ്സിന് കയറി നേരെ ഊതുമേത്ത എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിറങ്ങി. എനിക്ക് തോന്നുന്നു അന്ന് രാത്രി ഇവിടുത്തെ 1 മണി സമയത്ത് വന്നിറങ്ങി. 1 മണിക്ക് വന്നിറങ്ങി. അളിയൻ വന്നു, ഞങ്ങളെ പിക്ക് ചെയ്തു. മെൽവിൻ്റെ റൂമിലാക്കി, എന്നെ അളിയൻ്റെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി. പിന്നെ അതായിരുന്നു എൻ്റെ ജേർണിയുടെ തുടക്കം. ദുബായ് എന്ന് പറയുന്ന ജേർണിയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്.